നമസ്കാരം. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. എന്നിട്ടും അവരുടെ തള്ളിന് യാതൊരു കുറവുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിയ പണത്തിന് പകരം ഇപ്പോൾ യുദ്ധവിമാനം കൊടുത്ത് തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാനിലെ കയറ്റുമതിക്കാരുടെ ഒരു യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത വ്യവസായികളോട് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അസീം മുനീർ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനും നമ്മുടെ സൈനിക മേധാവി അസീം മുനീറും കൂടി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ചെന്ന് ഭിക്ഷ യാചിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതായത് സഹായം തേടുകയാണ് എന്നുള്ളത് വളരെ പച്ചയായ ഭാഷയിൽ തന്നെ ഭിക്ഷ യാചിക്കുകയാണ് എന്നാണ് ഈ ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തിയത്. തൻ്റെ ഒപ്പം സൈനിക മേധാവി അസീം മുനീറും ഉണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലും തങ്ങൾ പോയി സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും ഓരോ രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ സാമ്പത്തിക സഹായം തേടുമ്പോൾ അഥവാ ഭിക്ഷ യാചിക്കുമ്പോൾ ഞങ്ങളുടെ തല താഴുകയായിരുന്നു എന്നാണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ്റെ ഏറ്റവും ദയനീയമായ ചിത്രമാണ് കാണിക്കുന്നത്. തൊട്ടയൽ രാജ്യമായ ഇന്ത്യയെ നമുക്ക് നോക്കാം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തിയായി നമ്മൾ മാറിയിരിക്കുന്നു. ഇന്ത്യ കുതിക്കുമ്പോഴൊക്കെ തന്നെ പാകിസ്ഥാനി ഇമാതിരി ഇപ്പോൾ പിച്ചെടുക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നാണ് പരമാർത്ഥം. പക്ഷേ പലപ്പോഴും ഇന്ത്യ അസയോടുകൂടി നോക്കുകയും ഇന്ത്യയിൽ പരമാവധി തീവ്രവാദ പ്രവർത്തനം നടത്തി ഇന്ത്യയിലെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ് എങ്കിൽ പോലും പാകിസ്ഥാൻ ഇപ്പോൾ പടുകുഴിയിൽ വീണിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. IMFൽ നിന്ന് ഈയിടെ അവർക്ക് 1.5 ബില്യൺ ഡോളറിൻ്റെ ഒരു വായ്പ ലഭിച്ചിരുന്നു. അതേസമയം നേരത്തെ IMFൽ നടത്ത പല വായ്പകളും ഇപ്പോഴും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പിന്നെ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന ചില സഹായങ്ങളാണ് അവർക്കിപ്പോൾ ഏക ആശ്വാസമായിട്ടുള്ളത്. അറബ് രാജ്യങ്ങളോടൊക്കെ തന്നെ ഇവർ കടം വാങ്ങുന്നുണ്ട്. അതിനിടയിലാണ് ബലൂചിസ്ഥാനിൽ നിന്ന് വീണ്ടും അവിടെ പ്രക്ഷോഭമുണ്ടായിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ സർക്കാർ വിരുദ്ധ സംഘടനകൾ ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെടുകയും വലിയ തോതിലുള്ള ദുരന്തങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ അപ്പാടെ ഒരു ദുരന്തഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പല പ്രവിശ്യകളും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് നോട്ടമിട്ടിരിക്കുന്നത്. കാരണം ബലൂചിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ധാതു നിക്ഷേപം ഉള്ളതുകൊണ്ട് അതിനെ പരമാവധി തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും ട്രംപിൻ്റെ ലക്ഷ്യത്തിന് പിന്നിലുണ്ട്. മാത്രമല്ല ട്രംപ് ഇപ്പോൾ ശരിക്കും പാകിസ്ഥാനെ വെട്ടിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യത്തിൽ കൂടിയാണ്. ട്രംപ് ലോക സമാധാനത്തിന് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിൽ പാകിസ്ഥാനെയും അംഗമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ അംഗത്വം എടുക്കണമെങ്കിൽ 8,000 കോടി രൂപ അംഗത്വ ഫീസായി നൽകണം. അത് എവിടെ നിന്നെടുത്ത് കൊടുക്കും എന്നുള്ള ചിന്തയിലാണ് പാകിസ്ഥാൻ. അത് ഒരു വശത്ത്. മറ്റൊരു വശത്ത് ഗാസയിലെ സമാധാന സേനയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് പട്ടാളക്കാരെ അയക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. അതിപ്പോൾ അംഗീകരിക്കാനും നിരസിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ. കാരണം അംഗീകരിച്ചാൽ അറബ് രാജ്യങ്ങൾ പിണങ്ങും, അംഗീകരിച്ചില്ലെങ്കിൽ ട്രംപ് പിണങ്ങും. 5 പൈസ കയ്യിലുമില്ല. ഈ അവസ്ഥയിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾ പിച്ച എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പിച്ചക്കാരുടെ രാജ്യമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പാകിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും അധികം ഭിക്ഷക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഈ പല അറബ് രാജ്യങ്ങളിലും അവിടെ ഭിക്ഷാടനം നടത്തുന്നവരെ കുറേ നാൾ മുമ്പ് പോലീസ് പിടികൂടുമ്പോഴൊക്കെ തന്നെ അവരിൽ ഏറ്റവും അധികം പേർ ഈ പാകിസ്ഥാൻകാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അതാണ് പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ. അതിദയനീയമായ രീതിയിൽ തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇപ്പുറത്തുള്ള ഇന്ത്യയുടെ വളർച്ചയെ കൊതിയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. കാരണം ഇവിടെ ശക്തമായ ഒരു സർക്കാരുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഒരു പ്രധാനമന്ത്രിയുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം തന്നെ അംഗീകാരം ലഭിച്ച ഒരു ശക്തനായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ള കാര്യം അവർക്കറിയാം. ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, ലോകം അംഗീകരിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ തലവന്മാരെല്ലാം അംഗീകരിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി നേരത്തെ മണ്ടത്തനങ്ങൾ വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ അഗ്രഗണ്യനാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ ഏതായാലും ഇത് അവിടുത്തെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള വാർത്തയാക്കുകയും ഇത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് അസീം മുനീറിനുമൊക്കെ എതിരായ ജനവികാരം വർദ്ധിപ്പിക്കാൻ കാരണമായി തീർന്നിരിക്കാം എന്നുമാണ് കരുതപ്പെടുന്നത്.